ഈ 3 രാത്രികൾ ഒരു വേദഭാഗത്ത് നിന്നത്രേ ദൈവത്തിന് കൃപയാൽ നാം അതെ കേൾക്കുവാൻ വേണ്ടി പോകുന്നത്. കടന്നു വന്നാട്ടെ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം. I need monitor. Thank you. Monitor. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം. Thank you. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 40-41 വാക്യങ്ങൾ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 40-41 വാക്യങ്ങൾ. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തൻ്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മെശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ വേദഭാഗത്തിൻ്റെ അവസാന ഭാഗം ഒരിക്കൽ കൂടെ വായിക്കട്ടെ. ഞങ്ങൾ മെശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. ഞങ്ങൾ മെശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. We have found Messiah. ഞങ്ങൾ മെശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. ഈ 3 രാത്രികൾ ഒരൊറ്റ വിഷയമത്രേ ദൈവകൃപയാൽ നാം ധ്യാനിപ്പാൻ പോകുന്നത്. ക്രിസ്തു ദൈവത്തിൻ്റെ അഭിഷിക്തൻ. മെശിഹ എന്ന പദത്തിന് അർത്ഥം അഭിഷിക്തൻ എന്നത്രേ. എന്താണ് അഭിഷേകം എന്ന് പറയുന്നത്? കുറച്ച് ബഹളമാണോ അഭിഷേകം? 2 അന്യഭാഷയാണോ അഭിഷേകം? സ്തോത്രം. എന്താണ് യഥാർത്ഥത്തിൽ അഭിഷേകത്തിന്റെ സാന്നിധ്യം? 2000 വർഷങ്ങൾക്ക് മുമ്പ് യോർദാന്റെ തണുത്ത നദികൾ കർത്താവ് യേശു ക്രിസ്തു ഇറങ്ങി സ്നാനപ്പെട്ട ശേഷം ദൈവത്തിന്റെ സന്നിധികൾ താൻ പ്രാർത്ഥിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാപന്ന ദേഹ രൂപത്തിൽ ഇറങ്ങി വന്നു. വടക്കേ ഇന്ത്യയിൽ കടന്നു പോകുന്നെങ്കിൽ ത്രിവേണി സംഗമം എന്ന് പറഞ്ഞ് 3 നദികളുടെ സംഗമ വേദികളിൽ ജനം ഒഴുകിയെത്താറുണ്ട്. അതെ, തിരുവനന്തപുരത്തിന്റെ താഴെയുള്ളതായ കന്യാകുമാരിയിലെ 3 സമുദ്രങ്ങളുടെ സമ്മേളനം കാണുവാൻ അനുഭവിപ്പാൻ ജനം ഒഴുകിയെത്താറുണ്ട്. പക്ഷെ ഇന്ന് രാത്രി നദികളെയും അതേ സമുദ്രങ്ങളെയും സമ്മേളനം അല്ല ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. യോർദാന്റെ കരയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് സമ്മേളിച്ചു. അതിന്റെ പേരത്രേ അഭിഷേകം. ലോകം കണ്ട ഏറ്റവും വലിയ അഭിഷിക്തനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ ഇതാ പരിശുദ്ധാത്മാവ് അളവില്ലാതെ പ്രാവന്ന ദേഹരൂപത്തിൽ ഇറങ്ങി വരികയാണ്. കന്യകാലത്ത് ആരുടെ മേലോ ഇറങ്ങിയതുപോലെ അല്ല, പകരം സംതിങ് ന്യൂ, എന്തോ പുതുതായി ദൈവത്തിന്റെ ആത്മാവ് യേശുവിന്റെ മേൽ കടന്നു വരുന്നു. അഹ്റോന്റെ മേൽ എണ്ണയായി അഭിഷേകം വന്നു. എലീശായുടെ മേൽ പുതപ്പായി ദൈവത്തിന്റെ അഭിഷേകം വന്നു. എന്നാൽ കർത്താവ് യേശുവിന്റെ മേൽ എണ്ണയായിട്ടോ പുതപ്പായിട്ടോ അല്ല ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്നത്. പകരം ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ക്രമത്തിൽ എന്തോ പുതുതായിട്ടാണ് ദൈവത്തിന്റെ ആത്മാവ് യേശുവിന്റെ മേൽ വന്നത്. ഇന്ന് രാത്രി നിങ്ങൾ ഏത് ലോബിയിൽപ്പെട്ടവനെങ്കിലും, ഏത് പ്രാസംഗിന്റെ ഫാൻസ് അസോസിയേഷനിൽ നീ അംഗമാണെങ്കിലും, ഏത് പ്രസ്ഥാനത്തിന്റെ വക്താവാണെങ്കിലും, ഇന്ന് രാത്രി വചനം കൃത്യവും സത്യവും വ്യക്തവുമായി ഞാൻ വിളിച്ചു പറയട്ടെ. ഇന്നലകളിൽ കണ്ടതുപോലെയല്ല ദൈവത്തിന്റെ ആത്മാവ് ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങുവാൻ പോകുന്നത്. സംതിങ് ന്യൂ. ജീവനുള്ള ദൈവത്തെ സ്തുതിക്കട്ടെ. Come on, ദൈവത്തെ സ്തുതിച്ചാട്ടെ. ജോൺസൺ മാസ്റ്റർ അവരെ മിണ്ടുന്നില്ല, കുറച്ചെണ്ണം മിണ്ടുന്നില്ല. ഞങ്ങൾ തിരുവനന്തപുരത്ത് ഈ സെക്രട്ടേറിയറ്റിന് അരികിലൂടെ പോകുമ്പോൾ LDFന്റെ ജാഥ പോകുമ്പോൾ UDF സ്തോത്രം മിണ്ടാതിരിക്കും. UDFന്റെ ജാഥ പോകുമ്പോൾ ഈ LDF മിണ്ടാതിരിക്കും. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമുക്ക് 33 കോടി അപ്പന്മാരില്ല. നമുക്ക് ഒരപ്പൻ അത്രേ ഉള്ളത്. ആ അപ്പന്റെ മക്കൾ ഇന്ന് രാത്രി ജീവനുള്ള ദൈവത്തെ ജീവനോടെ സ്തുതിച്ചാണ്. ഇന്നലകളിൽ വന്നതുപോലെ അല്ല ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നിന്റെ മേൽ കടന്നു വരുന്നത്. Because he is not the God of repetition. അവൻ ആവർത്തനത്തിന്റെ ദൈവമല്ല, അവൻ പരിവർത്തനത്തിന്റെ ദൈവമത്രേ. ദൈവത്തിൽ പഴമയല്ല ഉള്ളത്, ദൈവത്തിൽ പുതുമയാണുള്ളത്. എന്തോ പുതിയത് മന്ന ഇസ്രായേൽ പാളയത്തിൽ പൊഴിഞ്ഞതുപോലെ വ്യക്തിയായി, കുടുംബമായി, സഭയായി, ശുശ്രൂഷയായി എന്തോ പുതിയത് നിന്റെ മേൽ തുറന്ന സ്വർഗത്തിൽ നിന്ന് കർത്താവ് പകരുന്നു. അഭിഷേകത്തിനായി സ്തോത്രം.
So what do you mean by anointing? എന്താണ് ദൈവത്തിന്റെ അഭിഷേകം? പിതാവായ ദൈവം സംസാരിക്കുന്നു. This is my beloved son. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. പുത്രൻ അവിടെ നിൽക്കുന്നു. പരിശുദ്ധാത്മാവ് അബ്രാമെന്ന ദേഹരൂപത്തിൽ ഇറങ്ങുന്നു. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ സമ്മേളനമാണ് പോലും അഭിഷേകം. അർത്ഥം which is nothing but the presence of God. ദൈവത്തിന്റെ സാന്നിധ്യമാണ് അഭിഷേകം. ദൈവ സാന്നിധ്യമാണ് അഭിഷേകം. ഇന്ന് രാത്രി ഞാൻ ഇന്നലെ വിജയവാഡയായിരുന്നു. സ്തോത്രം. ജോൺസൺ പാസ്റ്റർ അടുത്ത് വന്നപ്പോഴേ പറഞ്ഞു 1.5 മണിക്കൂറാണ് ഉറങ്ങിയത്. ദീർഘമായി യാത്ര ചെയ്തെത്തി. അയ്യോ പാസ്റ്റർ, എൻ്റെ നാക്കെടുക്കാൻ ഞാൻ മറന്നുപോയി, എൻ്റെ കൈ ഞാൻ കൊണ്ടുവന്നില്ല, എൻ്റെ കാല് വീട്ടയിൽ സേഫിൽ വെച്ച് ലോക്ക് ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ വന്നപ്പോൾ എനിക്കുള്ള മുഴുവനുമായി വന്നതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് അഭിഷേകമായി നിന്റെ മേൽ കടന്നു വരുമ്പോൾ പാർഷ്യലല്ല വരുന്നത്, ടോട്ടലാണ് കടന്നു വരുന്നത്. കമോൺ, ചങ്ങനാശ്ശേരി ദൈവസഭയിൽ അത് വെളിപ്പെടട്ടെ. സ്തോത്രം. സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് ടോട്ടലി വെളിപ്പെടട്ടെ. കമോൺ, ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ് ശക്തിയോടെ. എൻ്റെ ദൈവത്തിന് റീറ്റെയിൽ ബിസിനസ് അല്ല ഉള്ളത്, അവന് ഹോൾസെയിൽ പരിപാടിയാണ് ഉള്ളത്. നീ എന്ത് പറയുന്നു, എന്ത് വിശ്വസിക്കുന്നു, എനിക്കത് വിഷയമല്ല. ദൈവത്തിൽ പാർഷ്യൽ അല്ല, ദൈവത്തിൽ ടോട്ടലാണ് ഉള്ളത്. പുതിയ നിയമത്തിൽ വേദപുസ്തകം പറയുന്നു, സ്തോത്രം, we have found a Messiah. ഞങ്ങളിതാ സ്തോത്രം അതെ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. ഞങ്ങളിതാ മെശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. അതിനർത്ഥം ഞങ്ങൾ അഭിഷിക്തനെ കണ്ടെത്തിയിരിക്കുന്നു. എവണ്ണമുള്ള അഭിഷേകം. പഴയ നിയമകാലത്ത് 3 കൂട്ടരെ ദൈവമായ കർത്താവ് അഭിഷേകം ചെയ്യുകയുണ്ടായി. ഒന്നാമതായി വേദപുസ്തകം പറയുന്നു, അതെ ലേവ്യ പുസ്തകം 8:12 സ്തോത്രം അതെ പുരോഹിതന്മാരായി ചിലരെ ദൈവം അഭിഷേകം ചെയ്തു. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടു. എലീശായുടെ മേൽ പുതപ്പ് വന്നു. അർത്ഥം പ്രവാചകനായി ചിലരെ ദൈവം അഭിഷേകം ചെയ്തു. 1 ശമൂവേൽ 10:1-16-13 രാജാക്കന്മാരായും ദൈവം ചിലരെ അഭിഷേകം ചെയ്തു. പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യുന്ന ദൈവം. 2 സ്തോത്രം അതേ പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യുന്ന ദൈവം. രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന ദൈവം. സ്തോത്രം. ക്രിസ്തു അഭിഷിക്തനാണ്. അടുത്തിരിക്കുന്നവരെ തൊട്ട് പറഞ്ഞാട്ടെ, ക്രിസ്തു എന്നാൽ അഭിഷിക്തൻ. പെട്ടെന്ന് പറഞ്ഞേ, ക്രിസ്തു എന്നാൽ അഭിഷിക്തൻ. ഇന്ന് രാത്രി നമുക്ക് നോക്കാം, യേശു കർത്താവിൽ ഒന്നാമതായി ദൈവം നൽകിയിരിക്കുന്ന അഭിഷേകത്തിന്റെ മണ്ഡലം എന്താണ്? വേദപുസ്തകം പറയുന്നു, സ്തോത്രം, പിതാവായ ദൈവം യേശു കർത്താവിനെ പ്രത്യേകിച്ച് തന്റെ പരസ്യ ശുശ്രൂഷയ്ക്കായി അഭിഷേകം ചെയ്തത് പ്രവാചകനായിട്ടത്രേ അഭിഷേകം ചെയ്തത്. അല്ലെങ്കിൽ യേശുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ പലപ്പോഴും ശക്തമായി പ്രകടമായി വ്യക്തമായി വെളിപ്പെട്ടത് പ്രവചന സ്തോത്രം ശുശ്രൂഷയുടെ അഭിഷേകം അത്രേ. അതുകൊണ്ടത്രേ ഒരു ദിവസം ഫിലിപ്പിന്റെ കൈസരിയിൽ യേശു ഇറങ്ങി നിന്ന് ഇപ്രകാരം ചോദിച്ചു, മനുഷ്യപുത്രനെ മറ്റുള്ളവർ ആർ എന്ന് പറയുന്നു. സ്തോത്രം. ഒരു ചോദ്യമാണ് യേശു ചോദിച്ചത്, 5 ഉത്തരമാണ് അവർ പറഞ്ഞത്. ഒരു ചോദ്യം യേശു ചോദിച്ചു, 5 ഉത്തരം തിരികെ കിട്ടി. 5-ൽ 3 ഉത്തരവും പ്രവാചകന്മാർക്ക് തുല്യമായ ഉത്തരമായിരുന്നു. ചിലർ ഇരമ്യാവെന്ന് പറയുന്നു, ചിലർ ഏലിയാവെന്ന് പറയുന്നു, ചില പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്ന് പറയുന്നു. അർത്ഥം 60% ഉത്തരവും പ്രൊഫറ്റിക് അനോയിന്റിങ്ങിനെ കുറിച്ച്, പ്രവചന ശുശ്രൂഷയെ കുറിച്ചുള്ളതായിരുന്നു. എങ്കിൽ യേശുവിൽ വസിച്ചത് സ്തോത്രം അതേ പ്രവാചകന്റെ അഭിഷേകത്തിന്റെ വലിയൊരു മണ്ഡലം തന്നെയായിരുന്നു. സഹോദരങ്ങളെ, ഇന്ന് രാത്രി തുറച്ചു നോക്കല്, ഇന്നും പ്രവാചകന്മാർ ഉണ്ട്. ഇന്നും ദൈവത്തിന്റെ നാവായി ദൈവം പ്രയോജനപ്പെടുത്തുന്ന പ്രവാചകന്മാരുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. ആ ഉയർത്തിയ കൈക്ക് 5 വിരലുള്ളതുപോലെ എഫേസ്യർ 4:11 പറയുന്നു, 5 മണ്ഡല ശുശ്രൂഷകൾ, പഞ്ചശുശ്രൂഷയത്രേ ദൈവസഭയിൽ ഉള്ളത്. 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് സുവിശേഷകർ, 4 ഇടയന്മാർ, 5 ഉപദേഷ്ടാക്കന്മാർ. പഞ്ചശുശ്രൂഷകൾക്കായി സ്തോത്രം. ഒരുപക്ഷെ ആരെങ്കിലും പറയുമായിരിക്കും, പ്രവാചകനോ അവനെ എന്റെ വീട്ടിലും എന്റെ സഭയിലും കേട്ടത്തില്ലെന്ന് പറഞ്ഞാൽ നിന്റെ കൊച്ചപ്പന്റെ വകയല്ല ദൈവത്തിന്റെ സഭ. ദൈവത്തിന്റെ സഭയിൽ ഇന്നും പ്രവാചകന്മാരുണ്ട്. ദൈവത്തിന്റെ സഭയിൽ നിന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ സഭയിൽ ഇന്നും പ്രവാചകന്മാരുണ്ട്. കമോൺ, ദൈവത്തിന്റെ സഭയിൽ ഇന്നും പ്രവാചകൻ. എന്റെ മേൽ ഇന്ന് രാത്രി ദൈവം നൽകിയിരിക്കുന്ന നിയോഗം, ചങ്ങനാശ്ശേരി ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രവചിപ്പിച്ച് ജീവിപ്പാൻ പോകുക.
കമാൺ ആരേലും ഒരുങ്ങി വന്നിട്ടുണ്ടോ? ആരേലും ഒരുങ്ങി വന്നിട്ടുണ്ടോ? ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രവചിക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ നരകം വിറയ്ക്കട്ടെ. ഓ സ്വർഗം തുറക്കട്ടെ. ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഓ കോട്ടയത്ത് വിടുതലുണ്ട്, തിരുവല്ലയിൽ പ്രവൃത്തിയുണ്ട്. ഈ ചങ്ങനാശ്ശേരി മാത്രം അതേ 2 ബ്രെഡിനിടയിൽ കിടക്കുന്ന ജാം പോലെ ഞെരുങ്ങി കിടക്കുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിൻ നാമത്തിൽ, ദൈവപുത്രനാണ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അസ്ഥി താഴ്വരയെ നോക്കി 2007 എസെക്കിയേൽമാർ പ്രവചിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അന്തരീക്ഷം മാറാൻ പോകുക. അവസ്ഥകൾ മാറാൻ പോവാ. കുടുംബങ്ങൾ മാറാൻ പോവാ. ജീവിതങ്ങൾ മാറാൻ പോവാ. ദേശം മാറാൻ പോവാ. ഉറവകൾ പൊട്ടാൻ പോകുക. അതേ ഇന്നും പ്രവാചകന്മാരുണ്ട്. ഇന്നും പ്രവാചകന്മാരുണ്ട് യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ ചോദിക്കുക, ബ്രദർ സുരേഷ് ബാബു, ആ പ്രവാചകന്റെ പ്രത്യേകത എന്താണ്? സ്തോത്രം. പ്രവാചകന്റെ പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത ഞാൻ പറയട്ടെ. ജനത്തെ ഇളക്കുന്നവനല്ല പ്രവാചകൻ. പ്രാസം പറയുന്നവനല്ല പ്രവാചകൻ. കുതികാൽ വെട്ടുന്നവനും കുറ്റം പറയുന്നവനുമല്ല പ്രവാചകൻ. പണം സമ്പാദിച്ച് ബാങ്കിലിട്ട് കീശ വീർപ്പിക്കുന്നവനല്ല പ്രവാചകൻ. സ്വന്തം പേരിനും പ്രശസ്തിക്ക് വേണ്ടി ഏഴാം തരം അടവുമെടുക്കുന്നവനല്ല പ്രവാചകൻ. പകരം ഇന്ന് രാത്രി ദൈവജനം കേൾക്കട്ടെ, ദൈവസഭ മനസ്സിലാക്കട്ടെ, ദൈവത്തിന്റെ മുൻപിൽ കരയുന്നവനാണ് പ്രവാചകൻ. ദൈവത്തിന്റെ മുൻപിൽ കരയുന്നവനാണ് പ്രവാചകൻ. യേശുവിന്റെ നാമത്തിൽ 2 പേരെ തൊട്ട് വേഗത്തിൽ പറ. ദൈവത്തിന്റെ മുൻപിൽ മാത്രം കരയുക. പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ മുൻപിൽ മാത്രം കരയുക. ദൈവത്തിന്റെ മുൻപിൽ മാത്രം കരയുക. തീരുമാനിക്കും മക്കളെ. ഓ സ്തോത്രം. അതെ, ദൈവത്തിന്റെ മുൻപിൽ മാത്രം കരയുക. ആ മാത്രത്തിന്റെ അടിയിൽ വരയിട്. ദൈവത്തിന്റെ മുൻപിൽ മാത്രമേ കരയത്തുള്ളൂ. ദൈവത്തിന് മുൻപിൽ മാത്രമേ കരയത്തുള്ളൂ. വായ്, എന്താ കാര്യം? ദൈവത്തിന് മുൻപിൽ കരയുന്നവൻ ലോകത്തിന് മുൻപിൽ കരയേണ്ട ഗതികേട് ഒരിക്കലും വരികയില്ല. ദൈവത്തിന് മുൻപിൽ നീ കരയുന്നു എങ്കിൽ ലോകത്തിന് മുൻപിൽ നീ കരയത്തില്ല. ദാനിയേൽ ദൈവത്തിന് മുൻപിൽ ഡെയിലി 3 പ്രാവശ്യം മുട്ടുമടക്കി 3 നേരം സ്തോത്രം അവൻ ഭക്ഷണം കഴിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് ദാനിയേൽ ദൈവത്തിന് മുൻപിൽ മുട്ടുമടക്കി അവനെ പൊക്കിയെടുത്ത് സിംഹങ്ങളുടെ ഗുഹയിലിട്ടപ്പോൾ സിംഹങ്ങൾ മുഴുവൻ ആ ദാനിയേലിന്റെ മുൻപിൽ മുട്ടുമടക്കി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുകയാണ്. പിളർന്ന വായോടെ നിന്നെ തകർക്കുമെന്ന് വെല്ലുവിളിച്ചു നിൽക്കുന്ന ശക്തികൾ ഈ 3 ദിവസത്തെ സർവീസ് കഴിയുമ്പോൾ സകല നാമത്തിന് മേലായ നസ്രേയ യേശുവിന്റെ നാമത്തിൽ നിന്റെ മുമ്പിൽ സഹോദരനെ, നിന്റെ മുമ്പിൽ സഹോദരിയെ, നിന്റെ മുമ്പിൽ യേശു കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി മുട്ടുമടക്കുവാൻ വേണ്ടി പോകുന്നു. ദൈവത്തിന് മുൻപിൽ മുട്ടുമടക്കുന്നവൻ മനുഷ്യന്റെ മുൻപിൽ മുട്ടുമടക്കേണ്ട ഗതികേട് വരികയില്ല. വീണ്ടും ദൈവത്തിന് മുൻപിൽ കരയുന്നവൻ മനുഷ്യന്റെ മുൻപിൽ കരയേണ്ട അവസ്ഥകൾ ഒരു കാരണവശാലും വരികയുമില്ല. വേദപുസ്തകം പറയുന്നു, 7-മനായ ഹാനോക്ക് തുടങ്ങി പഴയ നിയമത്തിന്റെ അവസാനത്തെ കണ്ണിയാകുന്ന യോഹന്നാൻ സ്നാപകൻ വരെയുള്ളവരുടെ ജീവിതത്തെ ഒന്ന് അടുത്ത് പരിശോധിച്ചാൽ പ്രസിദ്ധരായ സകല പ്രവാചകന്മാരും എല്ലാ വിവിഐപികളും അവർ ഒരിക്കലും ലോകത്തിന്റെ മനുഷ്യന്റെ മുൻപിൽ കരഞ്ഞില്ല. പകരം ദൈവത്തിന് മുൻപിൽ അവൻ കരയുന്നവരായിരുന്നു. മോശ ഇടിവിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞു. ഏലിയാവ് 2 മുഴങ്കാലുകളെ ഇടയിൽ കാല് തിരികെ വെച്ച് ഇതാ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. എന്താ ബ്രദറെ, 2 കാലുകളുടെ ഇടയിൽ തല തിരികെ വെച്ച് അത് പുതിയ യോഗാസനമാണോ? യേശുവിന്റെ നാമത്തിൽ ഓ സ്തോത്രം. അതെ, അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഉളവായി വരുന്നതായ ശിശുവിന്റെ രൂപത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം അവൻ പറയുന്ന ഒരു മഴ വരുന്നു, ഒരു കൈപ്പത്തി പോലെയുള്ള ഒരു മഴ മതി, ദേശം മാറുന്ന വെള്ളം അതിലുണ്ടായിരിക്കും. ഒരു കൈപ്പത്തി, ഞാൻ പറഞ്ഞ ഒരു കൈപ്പത്തി പോലെ നീ കാണുന്നുള്ളൂ. പക്ഷെ അതിൽ ഒത്തിരി 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 എന്റെ സ്വർഗത്തിലെ അപ്പച്ചൻ നിനക്ക് വേണ്ടി ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ഏലിയാവ് ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഹസായേൽ എന്ന് പറയുന്ന ഒരുവൻ ഇതാ കടന്നു വരുമ്പോൾ എലീശ ലജ്ജ തോന്നുമാർ കരഞ്ഞു. മോശ കരഞ്ഞു. ഏലിയാവ് സ്തോത്രം അതേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എലീശ കരഞ്ഞു. ദാനിയേൽ ലീവെടുത്ത് മാറിയിരുന്ന ദൈവസന്നിധിയിൽ കരഞ്ഞു. വേദപുസ്തകത്തിന്റെ താളുകളും ഏടുകളും മേടുകളും നോക്കുമ്പോൾ അത് ഉണങ്ങിയതല്ല, അതിന്റെ രക്തത്തിന്റെയും കണ്ണുനീരിന്റെയും നനവുണ്ട്. അയ്യോ, ഈ തലമുറയ്ക്ക് അത് കേൾക്കാൻ
ഇഷ്ടമില്ല. അവർക്ക് തുള്ളിച്ചാട്ടം മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, വേദപുസ്തകത്തിൽ ഒത്തിരി നനവുണ്ടെന്ന്, നനഞ്ഞതാണ് വേദപുസ്തകമെന്ന്, അത് ഡ്രൈ അല്ലെന്ന്. അതുകൊണ്ട് പുസ്തകം പ്രസംഗിക്കുന്ന ഒരുത്തവനും ഡ്രൈ ആകത്തില്ല, എല്ലാവനും നനഞ്ഞതാണ്. ഒന്നുകിൽ രക്തത്തിന്റെ നനവ്, ഇല്ലെങ്കിൽ കണ്ണുനീരിന്റെ നനവ്. ഒരു ഉണർവ് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു ഉണർവ് നീ ചോദിക്കുന്നുവെങ്കിൽ, ഒരു ദൈവ പ്രവർത്തിക്ക് ആയി നീ നിൽക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ പറഞ്ഞാട്ടെ, ഭക്തന്മാർ കരഞ്ഞതുപോലെ അങ്ങയുടെ സന്നിധിയിൽ ഞാനും കരയട്ടെ. ഉദാഹരണമായി യിരെമ്യാ പ്രവചനം 9:1 യിരെമ്യാവ് ഇതാ ദൈവത്തിന്റെ സന്നിധിയിൽ ആഗ്രഹം പറയുന്നു. അല്ലയോ കർത്താവേ, യിരെമ്യാവ് ഇതാ തന്റെ ആഗ്രഹം പറയുകയാണ്. അല്ലയോ കർത്താവേ, എന്നെ തൂത്തുക്കുടി വഴി അമേരിക്കയ്ക്ക് വിടണമേ എന്നല്ല അവൻ പ്രാർത്ഥിച്ചത്, എന്റെ പേര് വലുതാക്കണമേ എന്നല്ല, ഫേസ്ബുക്കിൽ കൂടുതൽ ലൈക്സ് കിട്ടണമേ എന്നല്ല, ദൈവസഭയിൽ എല്ലാവരുടെയും ആകർഷണം കിട്ടുന്ന ഞാനൊരു സെലിബ്രിറ്റി ആകണമേ എന്നല്ല യിരെമ്യാവ് പ്രാർത്ഥിച്ചത്. യിരെമ്യാവ് പറയുന്നു 9:1 എനിക്ക് ദൈവജനത്തിന് വേണ്ടി കരയണം, എനിക്ക് ദൈവജനത്തിന് വേണ്ടി കരയണം. അയ്യോ മിണ്ടുന്നില്ല. എനിക്ക് ദൈവജനത്തിന് വേണ്ടി കരയണം. ഓ, എൻ്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും ഞാൻ കരയേണ്ടതിന്, ഓ എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണും നീരുറവുമായെങ്കിൽ കൊള്ളാമായിരുന്നു. എൻ്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം ഞാൻ രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണും നീരുറവുമായെങ്കിൽ കൊള്ളാമായിരുന്നു. ഈ തലമുറ കേട്ടാട്ടെ, ഭക്തന്റെ നിലവിളിയാണ്. എനിക്ക് കുറച്ചുകൂടെ കരയണം, എനിക്ക് പണം വേണമെന്നല്ല, എനിക്കൊരു കുറച്ച് ഭദ്രാസുരവും സിംഹാസനവും വലുതാക്കണമെന്നല്ല. അവൻ ദൈവത്തിന് മുൻപിൽ പറയുന്നു, അതേ സ്തോത്രം, ഞാൻ ദൈവത്തിന് മുൻപിൽ എനിക്കൊന്ന് കരയണം. എന്തിനു വേണ്ടി എനിക്ക് കരയണം? ദൈവജനത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, ദൈവജനത്തിന്റെ വിടുതലിന് വേണ്ടി. അതേ പ്രവാചകന്മാരായി ആരാണോ ഉണ്ടായിരുന്നത്, സകലരും ദൈവത്തിന്റെ കൃപയാൽ കർത്താവിന്റെ സന്നിധിയിൽ കരയുന്നവനായിരുന്നു. രണ്ട് കരങ്ങളെ ചലിപ്പിച്ച ദൈവത്തെ സ്തുതിച്ചാണ്. വേദപുസ്തകം പറയുന്നു, പ്രിയ സഹോദരങ്ങളെ, ആ കരച്ചിലിന്റെ നാദം ഓരോ പ്രവാചകന്മാരിൽ വെളിപ്പെട്ടു എങ്കിൽ ഒടുവിലായി കർത്താവ് യേശു ക്രിസ്തുവിലും ആ കരച്ചിലുണ്ടായിരുന്നു. ഫറോന്റെ ഹൃദയം കഠിന ഹൃദയം, യേശുവിന്റെ ഹൃദയം ദൈവ സ്നേഹത്തിന്റെ ഹൃദയം. ഫറോന്റെ ഹൃദയം കഠിന ഹൃദയമെങ്കിൽ ജോസഫസ് ഉൾപ്പെടെയുള്ള ചരിത്രകാരന്മാർ പറയുന്നു, 2000 വർഷങ്ങൾക്ക് മുമ്പ് നന്മ ചെയ്തുകൊണ്ട് കർത്താവ് യേശു സഞ്ചരിക്കുമ്പോൾ അവന്റെ കണ്ണിൽ അഹങ്കാരമല്ല ഉണ്ടായിരുന്നത്, അവന്റെ കണ്ണിൽ മനസ്സലിവായിരുന്നു ഉണ്ടായിരുന്നത്. ഓ, കണ്ണുനീർ കൊണ്ട് നിറയപ്പെട്ടതായ കണ്ണുകളുമായിട്ടത്രേ കർത്താവ് യേശു സഞ്ചരിച്ചത്. എബ്രായർ 5:7 പറയുന്നു, സ്തോത്രം. അതെ, എബ്രായർ 5:7 പറയുന്നു, ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ യേശു തന്റെ ഐഹിക ജീവിതകാലം കഴിച്ചു. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ, വീണ്ടും ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ, ശബ്ദം ഉയർത്തിയാട്ടെ, ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ. അതായിരുന്നു യേശുവിന്റെ ജീവിതം, അതായിരുന്നു യേശുവിന്റെ ശുശ്രൂഷ. യേശു കർത്താവിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ മനസ്സിലാക്കണമേ, ദൈവത്തിന് മുൻപിൽ കരയുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. കാരണം സഭ നിൽക്കുന്നത് ഡോളറിലും ദിനാറിലും ദിർഹാമിലുമല്ല, സഭ നിൽക്കുന്നത് കസേരക്കളിയിലല്ല, സഭ നിൽക്കുന്നത് ഭക്തന്മാരുടെ കണ്ണുനീരിലാണ്. രാത്രിയും ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാക്കൾക്ക് വേണ്ടി കരയുവാൻ, ദേശത്തിന് വേണ്ടി കരയുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പറഞ്ഞാട്ടെ, എൻ്റെ ഹൃദയത്തെ ഒന്ന് തകർക്കണമേ കർത്താവേ, ഒരു തകർന്ന ഹൃദയം നീ എനിക്ക് നൽകണമേ. വർഷങ്ങൾക്ക് മുമ്പ്, ഓൾമോസ്റ്റ് 45 വർഷങ്ങൾക്ക് മുമ്പ്, സ്തോത്രം, സുന്ദരം എന്ന് പേരുള്ളതായ ഒരു ദൈവത്തിന്റെ ദാസൻ സദേൺ തമിഴ്നാടിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് കർത്താവ് ഇപ്രകാരം പറഞ്ഞു, സുന്ദരം, ഞാൻ നിന്നെ ചെന്നൈ പട്ടണത്തിലേക്ക് അയച്ചിരിക്കുന്നു, അവിടെ പോയി നീ എനിക്ക് വേണ്ടി ഒരു സഭ സ്ഥാപിക്കണം. ഇന്ന് ചെന്നൈ പട്ടണത്തിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളുണ്ട്. ലോകത്തിലെ 10ാമത്തെ പെന്തക്കോസ്ത് പട്ടണമാണ്, സ്തോത്രം, ചെന്നൈ. എന്നാൽ അന്നാണെങ്കിൽ അങ്ങനെയല്ല. എവിടെ നോക്കിയാലും അന്ധകാര മണ്ഡലങ്ങൾ തല ഉയർത്തി വെല്ലുവിളിയോടെ നിൽക്കുന്നതായ കാലത്ത് ആ ദൈവത്തിന്റെ ദാസൻ കടന്നുപോയി വളരെ ശക്തമായി പടവെട്ടി 50-60 വിശ്വാസികൾ ചേർന്നു. ആ 50-60 വിശ്വാസികളായിരിക്കുമ്പോൾ ഒരു ദിവസം ഇതാ ഒരു സ്നാന ശുശ്രൂഷ നടന്നു. പാസ്റ്റർ ഭയങ്കര സന്തോഷം, 4 പേർ സ്നാനപ്പെട്ടു. ആ 4 പേർ സ്നാനപ്പെട്ട സന്തോഷം 3 ദിവസം നീണ്ടു നിന്നു. 3 ദിവസം കഴിഞ്ഞ് അന്ന് രാത്രി ആയപ്പോൾ പെട്ടെന്നൊരു
വാർത്ത വരുന്നു, സൊഫിസ്റ്റിക്കേറ്റഡ് ആയി വളരെ ഉയർന്ന കുടുംബത്തിൽ നിന്ന് സ്തോത്രം അതേ സ്നാനപ്പെട്ട് വന്നതായ ആ സഹോദരി ഉണ്ടല്ലോ, കഴിഞ്ഞ ഞായറാഴ്ച സ്നാനപ്പെട്ടവൾ, അവൾ ഇതാ മരിക്കാൻ കിടക്കുകയാണ്. അയ്യോ, അവൾ മരിച്ചാൽ ദൈവദാസനെ ആ ജനം അവിടെ വെച്ചേക്കത്തില്ല, സഭയ്ക്കും അവിടെ നിൽപ്പാൻ കഴിയത്തില്ല. സഭയെ അവർ തകർത്ത് കളയും, ദൈവദാസനെ ഓടിച്ചു കളയും. ആ ദൈവദാസൻ എന്ത് ചെയ്തു? കർത്താവേ, എൻ്റെ ജീവനേക്കാൾ വലുതാണ് അങ്ങയുടെ സഭ. ഇന്നത്തെ പോലെയല്ല, അങ്ങ് എൻ്റെ ജീവനേക്കാൾ വലുതാണ് ദൈവത്തിന്റെ സഭ. ആ മനുഷ്യൻ തന്റെ പഴയ സൈക്കിളും എടുത്ത് തന്റെ ഭാര്യയും കൂട്ടി ആ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ 3 കുഞ്ഞുങ്ങളുണ്ട്. 12, 10, 8 വയസ്സ് പ്രായമുള്ള 3 കുഞ്ഞുങ്ങൾ. അവളുടെ ഭർത്താവാണെങ്കിൽ മുഴുകുടിയനാണ്. ഭൂതം വരുന്നത് പോലെ വല്ലപ്പോഴും ആ വീട്ടിൽ ഓടി കയറി സകല സാധനങ്ങളെ തല്ലി തകർക്കുന്ന അതേ ഒരു മൃഗമായി ജീവിക്കുന്നതായ ഭർത്താവ്. ഇപ്പോൾ ആ അമ്മ ഇതാ മരിക്കാൻ കിടക്കുകയാണ്. ദൈവദാസന്റെ ഹൃദയം തകർന്നു. ആ കട്ടിലിനരികിൽ മുട്ടുമടക്കി ദൈവത്തിന്റെ സന്നിധിയിൽ കരയാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. അവരെ സഹായിക്കണമേ, ഇവരെ ഓർക്കുന്നു, മറ്റവരെ അനുഗ്രഹിക്കണമേ എന്നുള്ള ഒരു പ്രൊഫഷണൽ പ്രാർത്ഥനയല്ല താൻ പറഞ്ഞത്. പണ്ട് ദാവീദ് ഇടിവിൽ നിന്നതുപോലെ, ആടിനും സ്തോത്രം സിംഹത്തിനും മധ്യത്തിൽ ഇടിവിൽ നിന്നതുപോലെ, കരടിക്കും സ്തോത്രം ആടിനും മധ്യത്തിൽ ഇടിവിൽ നിന്നതുപോലെ, മരണത്തിനും ആ സഹോദരിക്കും മധ്യത്തിൽ ഇടിവിൽ നിന്ന് 2.5 മണിക്കൂർ ആ ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, ഇവൾ മരിക്കുമെന്ന് ലോകം വിധി എഴുതിയിരിക്കുന്നു. ഡോക്ടർമാർ പറയുന്നു ഇവൾ മരിക്കുമെന്ന്. കർത്താവേ, അവൾ മരിച്ചാൽ അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് ഇവിടെ നിലനിൽപ്പാൻ തക്കവണ്ണം കഴിയത്തില്ല. അവളുടെ മരണം എനിക്ക് കാണേണ്ട. അവൾ മരിക്കരുത് കർത്താവേ. ഇവൾ മരിച്ചാൽ അങ്ങയുടെ സഭയ്ക്കും ശുശ്രൂഷയ്ക്ക് ഇവിടെ നിൽപ്പാൻ കഴിയത്തില്ല. അവളുടെ ജീവനെ എടുക്കുന്നതിന് പകരമായി എൻ്റെ ജീവനെ നീ എടുക്കണമേ. എൻ്റെ ജീവനെ എടുത്തിട്ട് അങ്ങയുടെ സഭയെ ഇവിടെ നിർത്തണമേ. ഇവൾ മരിക്കല്ലെന്ന് പറഞ്ഞ് സ്വന്തം ജീവനെ പണയം വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് എനിക്കെന്ത് കിട്ടും എന്ന് പറയുന്നതല്ല സഹോദര ശുശ്രൂഷ. എന്ത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കൊടുക്കാം എന്ന് പറയുന്നതാണ് ശുശ്രൂഷ. എന്ത് സംഭവിച്ചു? 2.5 മണിക്കൂർ അതേ മരണത്തിനും ആ സഹോദരിക്ക് മധ്യത്തിൽ ഒരു യുദ്ധമായിരുന്നു. ആ 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ടു. നിലവിളിച്ച് കണ്ണുനീർ ഒഴുക്കിക്കൊണ്ടിരുന്ന ദൈവദാസൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ ജീവച്ഛവമായി കിടന്നവൾ കൈയടിച്ച് ഇതാ കട്ടിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. അവൾ ഈ പ്രകാരം പറഞ്ഞു, പാസ്റ്റർ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശു ഇവിടെ ഇറങ്ങി വന്നു, യേശു എന്നെ തൊട്ടു, യേശു എന്നെ സൗഖ്യമാക്കി. തീർന്നില്ല, അവൻ എന്നെ പരിശുദ്ധാത്മാവിലും നിറച്ച്. സ്തോത്രം. അതേ, അടുത്ത ഞായറാഴ്ച 48 പേർ ബസന്ത നഗർ എന്നറിയപ്പെടുന്ന ആ പ്രദേശത്ത് നിന്ന് സ്നാനപ്പെട്ട ദൈവസഭയിൽ കടന്നു വന്നു. അപ്പോസ്തലിക് ക്രിസ്ത്യൻ അസംബ്ലി എന്നറിയപ്പെടുന്ന ആ ദൈവസഭ ഏകദേശം 30,000-ലധികം ആയി വളരുവാൻ തക്കണം ദൈവം കൃപ ചെയ്തത്. സ്തോത്രം. കുവൈറ്റിലെ അമ്മാമിയും ന്യൂയോർക്കിന്റെ പ്രദേശത്തുള്ള അച്ചാച്ചന്റെ കൈത്താങ്ങലല്ല, ദൈവത്തിന്റെ മുൻപിൽ കണ്ണുനീരൊഴുക്കിയത് കൊണ്ടത്രേ. യേശുവിന്റെ നാമത്തിൽ കരയുന്ന തലമുറ കേരളത്തിൽ സ്തോത്രം എഴുന്നേൽക്കുമാറാകട്ടെ. കരയുന്ന തലമുറ, ഓ എൻ്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം ഞാൻ രാവും പകലും കരയേണ്ടതിന്, ഞാൻ രാവും പകലും കരയേണ്ടതിന്, ഞാൻ രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണം നീരുറവുമായെങ്കിൽ കൊള്ളാമായിരുന്നത്. ഇന്നലകൾ കരഞ്ഞവർ എന്നെ കേൾക്കുന്നു, ഇന്നലകൾ ഉടഞ്ഞവർ എന്നെ കേൾക്കുന്നു, കഴിഞ്ഞ കാലങ്ങളിൽ തകർക്കപ്പെട്ടവർ എന്നെ കേൾക്കുന്നു. പ്ലാറ്റ്ഫോമുകളിൽ, ശുശ്രൂഷ വേദികളിൽ ആരെങ്കിലും അണയ്ക്കാൻ കഴിയാത്ത കാട്ടുതീയായി ജ്വലിക്കുന്ന നീ കാണുന്നുവെങ്കിൽ ചെതൽ പിടിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല, ഇന്നലകളിൽ അവർ ഉടഞ്ഞത് കൊണ്ടാണ് ഇന്ന് അണയ്ക്കാൻ കഴിയാത്തതായ തീയായി ദൈവകൃപകൾ നിൽക്കുന്നത്. നിങ്ങൾ ചോദിക്കുക, ബ്രദറെ അല്ലെങ്കിൽ അങ്കിളെ അതെവിടെ കിടക്കുന്നു? നോക്കിക്കാട്ടെ, സമാഗമന കൂടാരത്തിലേക്ക് വാ. അവിടെ ഒരു മിനോറ നിൽക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു കതിരവിളക്ക് നിൽക്കുന്നു. ആ കതിരവിളക്കിന് നാളങ്ങൾ 7 ആണ്. 7 എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് പെർഫെക്ഷൻ. ദൈവിക പെർഫെക്ഷൻ, ദൈവിക പൂർണ്ണതയാണ് 7 നാളങ്ങളോടെ. സ്തോത്രം. ഇതാ നിലവിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഞായറാഴ്ച 10 മണിക്ക് തുടങ്ങി 12:30 എന്ന് പറഞ്ഞ് ഊതി അണയ്ക്കുന്ന നിലവിളക്കിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അത് തലമുറയായി കത്തിക്കൊണ്ടിരിക്കുന്നു. 2 പേരെ തൊട്ട് വേഗത്തിൽ പറഞ്ഞാട്ടെ, തലമുറ. പെട്ടെന്ന് പറഞ്ഞാട്ടെ. മോത്തോക്കി പറ. കള്ളന്മാരും കള്ളികളും മോത്തോക്കത്തില്ല. മോത്തോക്കി വേറെ 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, തലമുറയായി ജ്വലിക്കണം. പെട്ടെന്ന് പറഞ്ഞേ, തലമുറയായി. ഓ, തലമുറയായി ഈ നിലവിളക്ക് അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലുള്ള ബാക്കിയുള്ള എല്ലാ വിളക്കും അണയുമ്പോൾ, ലോകത്തിലുള്ള എല്ലാ ബൾബും ഫ്യൂസ് ആകുമ്പോൾ, ഓ സ്തോത്രം, സമാഗമന കൂടാരത്തിനും നിലവിളക്ക് തലമുറയായി ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. പാസ്റ്റർ ജോൺസൺ ബാക്കിയുള്ളതെല്ലാം ഫ്യൂസ് ആയപ്പോ, വേറെ ചിലതെല്ലാം ഇട്ടിട്ട് പോയപ്പോ, വേറെ ചിലതെല്ലാം
സ്തോത്രം വിസ കണ്ടപ്പോ ദർശനം നഷ്ടപ്പെട്ടപ്പോ അതെ ഇത് മാത്രം നിന്ന് ജ്വലിക്കുന്ന നിലവിളക്ക് നിനക്ക് മാത്രം എന്താ വെറ്റ മറ്റാർക്കും ഇല്ലാത്ത ജ്വലനമുള്ളത്. അവൻ പറയും മണ്ണെണ്ണ കൊണ്ടല്ല ഞാൻ കത്തുന്നത്, ഇടിച്ചെടുത്തതായ ഒലിവെണ്ണ കൊണ്ടത്രയും ഞാൻ കത്തുന്നത്. ഇടിച്ചെടുത്ത ഒലിവെണ്ണ കേൾക്കണം. ഒലിവിൻ കായ പറിച്ചെടുത്ത് അതിനെ ഉടയ്ക്കുമ്പോൾ, അതിനെ തകർക്കുമ്പോൾ, ഉടയ്ക്കുമ്പോൾ തകർക്കുമ്പോൾ അതിൽ നിന്ന് ഒലിവെണ്ണ പുറത്തേക്ക് വരികയാണ്. കഴിഞ്ഞ മാസങ്ങളിൽ വർഷങ്ങളിൽ ഇന്നലകളിൽ ഉടഞ്ഞവർ കേൾക്കട്ടെ, ഇന്നലകളിൽ തകർന്നവർ കേൾക്കട്ടെ. ലോകത്തിൽ ഉയർന്ന ഒരു കൊടുങ്കാറ്റിനും പെരുങ്കാറ്റിനും നിന്നെ ഊതിക്കെടുത്തുവാൻ കഴിയാത്ത, ലോകത്തിൽ ഉയരുന്ന ഒരു കൊടുങ്കാറ്റിനും പെരുങ്കാറ്റിനും നിന്നെ ഊതിക്കെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവകൃപകൾ നീ ജ്വലിക്കുവാൻ പോകുന്ന ഇന്ന് രാത്രി നിന്റെ കരിന്തിരിയെ മുറിക്കുന്ന മഹാപുരോഹിതൻ നിന്റെ അരികിലൂടെ പാസ് ചെയ്യുകയാണ്. നിന്റെ കരിന്തിരിയെ മുറിച്ചു കളഞ്ഞ് നിന്നുപോയ പ്രാർത്ഥന, അടഞ്ഞുപോയ സ്തുതി, ശത്രു മണ്ണിട്ട് മൂടിയ ശുശ്രൂഷയ അഭിഷേകം ഈ രാത്രി തുറന്നെടുത്തിട്ട് അവൻ നിന്നെ നോക്കി പറയുന്നു, കുഞ്ഞെ നീ മാത്രമല്ല ജ്വലിക്കുന്നത്, പിതാവേ മാതാവേ നീ കണ്ടിട്ടില്ലാത്ത ജ്വലനം നിന്റെ മക്കളിലേക്കും നിന്റെ കൊച്ചുമക്കളിലേക്കും ദൈവം പകരുവാൻ വേണ്ടി പോകുന്നു. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ദൈവത്തെ ആരാധിച്ചേ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. ആരോ നിന്നെ നോക്കി പറയുമായിരിക്കും, ആ പെണ്ണിന്റെ ചെറുക്കൻ കിട്ടാതിരിക്കുമ്പോൾ വീണ്ടും പഴയ പള്ളിയിൽ വരുമെന്ന്. ആരോ പറയുമായിരിക്കും, അതേ അടുത്തൊരു സ്തോത്രം കാറ്റടിക്കുമ്പോൾ നീ താഴെ പോകുമെന്ന്. എന്നാൽ അവർക്കറിയത്തില്ല, കേരളത്തെ കത്തിക്കുന്ന, ഇന്ത്യയെ മൂടുന്ന ഒരു കാട്ടുതീയായി, ഒരു കാട്ടുതീയായി നീ പോലും അറിയാതെ സ്വർഗം നിന്നെ ഒരുക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇന്നലകൾ നീ ഉടഞ്ഞു എങ്കിൽ, ഇന്നലകൾ നീ തകർന്നു എങ്കിൽ ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത ജ്വലനം, 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 ജ്വലനം. come on, ജ്വലനം, തലമുറ തലമുറയായ ജ്വലനം യേശുവിന്റെ നാമത്തിൽ. അപ്പനും അമ്മയും മാത്രമല്ല, മകനും മകളും കൊച്ചുമക്കളും ജ്വലിക്കുന്നത് ചങ്ങനാശ്ശേരി കാണുവാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ശബ്ദമുയർത്തി ഇന്ന് രാത്രി ആത്മാവിനെ പ്രാപിച്ചവർ ആത്മാവിന് സത്യത്തിൽ ദൈവത്തെ ആരാധിക്കട്ടെ. ഇത് ജ്വലനത്തിന്റെ കാലം, ഇത് ജ്വലനത്തിന്റെ കാലം, ജ്വലനത്തിന്റെ കാലം, ജ്വലനത്തിന്റെ കാലം, ജ്വലനത്തിന്റെ കാലം. ശബ്ദമുയർത്തി അല്പോടോളയും കൂട്ടി നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക്. ദൈവം നിന്നെ നിറക്കട്ടെ, ദൈവം നിന്നെ നിറക്കട്ടെ. മാർഗിടാൻ വന്നവൻ അതുപോലെ പോകുമ്പോൾ ഇന്ന് രാത്രി അണയ്ക്കാൻ കഴിയാത്ത പുതിയൊരു പകർച്ചയുമായി ദൈവം ചിലതിനെ തിരിച്ച് അയക്കുവാൻ വേണ്ടി പോകുന്നു. തലമുറ തലമുറയായി നീ ജ്വലിക്കും, തലമുറ തലമുറയായി നീ വചനം പറയും, തലമുറ തലമുറയായി നീ പ്രവചിക്കും, തലമുറ തലമുറയായി നീ ക്യാൻസറിനെ ശാസിക്കും, തലമുറ തലമുറയായി നീ ഭൂതത്തെ പുറത്താക്കും, തലമുറ തലമുറയായി നീ സഭകളെ സ്ഥാപിക്കും, തലമുറ തലമുറയായി മിഷനറി ആത്മാവുമായി രാജ്യം രാജ്യമായി നീ ഓടും. Come on people, ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. യേശുവിന്റെ രക്തം, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആ ബ്രദന്റെയും ഈ ദൈവദാസന്റെ പിന്നാലെ വഴി അവന്റെ അഭിഷേകത്തിന്റെ കാർബൺ കോപ്പിയായി നിൽക്കുന്നതല്ല ദൈവത്തിന്റെ അഭിഷേകം. വേറെ അവന്റെ കാർബൺ കോപ്പി അല്ല അഭിഷേകം. മറ്റൊരുത്തന്നെ കണ്ടുപഠിക്കുന്നത് മിമിക്രിയാണ്. ഇന്ന് രാത്രി സ്തോത്രം, അതെ, കണ്ടുപഠിക്കുന്നതല്ല അഭിഷേകം, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതാണ് അഭിഷേകം. അതൊരിക്കലും അടഞ്ഞ പാത്രത്തിൽ നിൽക്കത്തില്ല, ഉടഞ്ഞ പാത്രത്തിലേ ദൈവം അത് പകരത്തുള്ളൂ. ആ പെണ്ണുപിള്ള വരികയാണ്, സ്ത്രീ വരികയാണ്. അവളെ കയ്യിൽ അലബാസ്റ്റർ ബോട്ടിൽ വെൺകൽ ഭരണിയുണ്ട്. വെൺകൽ ഭരണിക്ക് കോർക്കില്ല. കഠിന ഹൃദയനെ, കണ്ണുനീരില്ലാത്തവനെ കേൾക്കണം, വെൺകൽ ഭരണിക്ക് അടപ്പില്ല. അതിൻ്റെ അകത്തിരിക്കുന്ന തൈലം പുറത്തേക്ക് ഒഴുകണമെങ്കിൽ നീ എത്ര വലിയ PhD കാരനെങ്കിലും കുടുംബക്കാരനെങ്കിലും നീ ഉടഞ്ഞാലേ പറ്റത്തുള്ളൂ.
നിന്റെ അകത്തിരിക്കുന്ന അഭിഷേകം ഇന്നതെന്ന് ദൈവസഭ ദേശം തിരിച്ചറിയണമെങ്കിൽ നീ ഒരു ഉടഞ്ഞ പാത്രമാണ്. രണ്ട് കരങ്ങളെ ഉയർത്തി. ആരും കുനിഞ്ഞിരിക്കരുത്. കണ്ണുകളടച്ച് പ്രാർത്ഥനയ്ക്ക് പോലും ചിലർ കണ്ണടച്ചതായി ഞാൻ കണ്ടില്ല. പിന്മാറ്റക്കാരാണ്. കണ്ണുകളെ അടച്ച് രണ്ട് കരങ്ങളെ ഉയർത്തി ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ, അങ്ങയുടെ മുൻപിൽ ഒരു തകർന്ന ഹൃദയം നീ എനിക്ക് തരണമേ. ചെല്ലും കരങ്ങൾ ഉയർത്തി ചോദിക്കുക. യേശുവേ, ഞങ്ങൾക്ക് ഒരു പ്രസംഗമല്ല ഇന്ന് രാത്രി വേണ്ടിയത്. ഞാൻ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ട്, ഒത്തിരി പ്രസംഗിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരുടെ മൃതശരീരത്തിന് മുൻപിൽ കരയാത്തവർ പോലും അൺകണ്ടീഷണൽ ലവ്, നിത്യമായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്പർശനത്തിൽ നിറയപ്പെടുമ്പോൾ കരയുമല്ലോ. ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയങ്ങൾ അവിടെ നിന്ന് തൊടണമേ. ഒരു തുള്ളി കണ്ണുനീരെങ്കിലും പുറത്തേക്ക് വരട്ടെ. കരങ്ങൾ ഉയർത്തി കണ്ണുനീരോട് പറ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കണ്ണുനീരില്ലാത്ത സഭായോഗം നമുക്ക് വേണ്ട. കണ്ണുനീരില്ലാത്ത കൺവെൻഷൻ നമുക്ക് വേണ്ട. കണ്ണുനീരില്ലാത്ത ശുശ്രൂഷ നമുക്ക് വേണ്ട. കണ്ണുനീരോടെ വിതച്ച് ആർപ്പിന്റെ കൊയ്ത്തിനായി ഏൽപ്പിക്കപ്പെടട്ടെ. കണ്ണുനീരിൽ വിതച്ച് ആർപ്പിൽ കൊയ്യുവാൻ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നു. നിൻ അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നു. ഇരു കരങ്ങൾ ഉയർത്തി. നിൻ മഹാകൃപയ്ക്കായി
അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ അങ്ങേ സ്തുതിച്ചിടുമെന്നും. Love you, Papa. മറ്റാരെക്കാളും ഞങ്ങളെ സ്നേഹിക്കുന്നു. പറയോ, ആരെങ്കിലും ഉണ്ടോ പറയാൻ? മറ്റെന്തിനെക്കാളും ഞങ്ങളെ സ്നേഹിക്കുന്നു. കരയുന്നവനാണ് പ്രവാചകൻ. കരയാൻ ലജ്ജിക്കരുത്. ദൈവത്തിന് മുൻപിൽ കരയാൻ ലജ്ജിക്കരുത്. ദൈവത്തിന് മുൻപിൽ കരയാൻ ലജ്ജിക്കരുത്. ഡയറിയിൽ എഴുതിയിട്ട് കാണാതെ പഠിക്കേണ്ട ഒരു ആത്മീയ സത്യം പറയട്ടെ. ഒരു പ്രാസംഗികൻ റൂമിൽ എന്ത് അനുഭവിക്കുമോ അതാണ് ജനം ഗ്രൗണ്ടിൽ അനുഭവിക്കുന്നത്. രണ്ടുപേരെ തൊട്ട് പെട്ടെന്ന് പറഞ്ഞോട്ടെ. വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ളവനാണ് പ്രവാചകൻ. വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ളവനാണ് പ്രവാചകൻ. പെട്ടെന്ന് പറഞ്ഞേ. വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ളവനാണ് പ്രവാചകൻ. ദയവായി ഇരുന്നോട്ടെ, ഇനി എണീക്കേണ്ടി വരും. സ്തോത്രം. അതെ, തിരുവചനം പറയുന്നു. ലൂക്കോസ് സുവിശേഷം 24:19 വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു. സ്തോത്രം. അതെ, ഏത് എന്ന് ചോദിച്ചു തന്നെ. ലൂക്കോസ് 24:19. The prophet, one who is one who is might in word and in deed. വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകൻ. ആ ശക്തി യേശുവിന് എവിടെ നിന്നാ കിട്ടിയത്? കർത്താവേ, അങ്ങക്ക് ഈ ശക്തി എവിടെ നിന്നാ കിട്ടിയത്? അങ്ങക്ക് ഈ ശക്തി എവിടെ നിന്നാ കിട്ടിയത്? അങ്ങക്ക് ഈ ശക്തി എവിടെ നിന്നാ കിട്ടിയത്? സ്തോത്രം. അങ്ങക്ക് ശക്തി കിട്ടിയത് എവിടെയെന്ന് ചോദിച്ചാൽ അവൻ പറയും, എൻ്റെ നല്ല കാലത്തല്ല എനിക്ക് ശക്തി കിട്ടിയത്, എൻ്റെ ജീവിതത്തിൻ്റെ മരുഭൂമിയിലാണ് എനിക്ക് ശക്തി കിട്ടിയത്. ഹല്ലേലൂയ. മഴ നനഞ്ഞ് ജനം മരിച്ചു പോയെന്ന് പേപ്പറിൽ ഒരിക്കലും നമ്മൾ വായിച്ചിട്ടില്ല. വാ തുറന്ന് എല്ലാവരും സ്തോത്രം പറഞ്ഞാട്. യെസ്, ഹല്ലേലൂയ. ഞാനും നിങ്ങളോടൊപ്പം നനയാനാണ് 3 ദിവസം വന്നത്. എനിക്ക് മഴ നനയുന്ന ഭയങ്കര ഇഷ്ടമാണ്. റിയലി. ഓ ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന കർത്താവിനെ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. കർത്താവേ, അങ്ങക്ക് ഈ ശക്തി എവിടെ നിന്നാ കിട്ടിയത്? വേദപുസ്തകം പറയുന്നു. ലൂക്കോസ് സുവിശേഷം 4-1 വാക്യം വായിക്കുമ്പോൾ 40 ദിവസം ഉപവസിപ്പാൻ പരിശുദ്ധ ആത്മാവ് യേശുവിനെ ഇതാ മരുഭൂമിയിലേക്ക് അയക്കുകയാണ്. മരുഭൂമി ഒരു നല്ല സ്ഥലം അല്ല. ഇറ്റ്സ് എ ഡ്രൈ പ്ലേസ്. അതൊരു ഉണങ്ങിയ സ്ഥലമാണ്. അതിന് കഠിനമായ ചൂടുണ്ട്. മരുഭൂമിയിൽ, നിന്റെ ജീവിതത്തിന്റെ മരുഭൂമികൾ നീ കൂട്ടമായിട്ടും കൂട്ടായ്മയെ ആചരിപ്പാനും ആരും കാണത്തില്ല. കേൾക്കണമേ സഹോദരനെ, സഹോദരിയെ, അഭിഷിക്തനെ, ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു മരുഭൂമിയിലൂടെ നീ കയറി ഇറങ്ങി തന്നെ ആകണം. ഒരു മരുഭൂമി ഇല്ലാതെ ഒരു ശുശ്രൂഷയുടെ കംപ്ലീറ്റ് പാക്കേജിൽ നിനക്ക് കയറാൻ പറ്റത്തേ ഇല്ല. കാരണം തിരുവചനം പറയുന്നു, മോശ വന്നത് മരുഭൂമിയിൽ നിന്നാണ്. ഒരു മരുഭൂമി ഉണ്ടായിരുന്നു. അതേ, പൗലോസ് അപ്പോസ്തലന് അറേബ്യ മരുഭൂമി ഉണ്ടായിരുന്നു.
മിണ്ടുന്നില്ല. ദെബോരയ്ക്കും ഒരു മരുഭൂമിയിൽ പട്ടുപോകാത്ത ഒരു പനയുണ്ടായിരുന്നു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിപ്പെടുത്തുന്നതുമായ കർത്താവ് യേശുവിനും ഇതാ ഒരു മരുഭൂമി ഉണ്ടായിരുന്നു. ആ മരുഭൂമിയിൽ അവൻ സ്തോത്രം ആത്മാവിൽ നിറഞ്ഞവനായിട്ടാണ് പ്രവേശിച്ചത്. വിത്ത് ദ ഫുൾനെസ് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൽ നിറഞ്ഞവനായി അവൻ മരുഭൂമിയിൽ പ്രവേശിച്ചു. എന്നാൽ ആത്മാവിൽ നിറഞ്ഞവനായി അവൻ അകത്ത് പ്രവേശിച്ചതുപോലെ ആത്മാവിന്റെ ഫുൾനെസ്സിൽ, ആത്മാവിന്റെ നിറവിൽ യേശു പ്രവേശിച്ചതുപോലെ അല്ല അവൻ പുറത്തേക്ക് വന്നത്. ദൂത് ഇന്ന് രാത്രി ഇതാണ്: ഏതെങ്കിലും പ്രശ്നങ്ങൾ നീ കയറിയെങ്കിൽ പ്രശ്നത്തിൽ കയറിയതുപോലെയല്ല നീ പുറത്തിറങ്ങുന്നത്. പ്രമോഷനോടെയാണ് നീ പുറത്തു വരുവാൻ പോകുന്നത്. കാരണം വേദപുസ്തകം പറയുന്നു, സ്വപ്നം കാണുന്നവനായി യോസേഫ് കാരാഗ്രഹത്തിൽ വീണു. സ്വപ്നം കാണുന്നവനായി കാരാഗ്രഹത്തിൽ വീണ യോസേഫ് സ്വപ്നം വ്യാഖ്യാനിക്കുന്നവനായി കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നു. ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് ഉള്ള ആരേലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശുവിന്റെ നാമത്തിൽ ഈ പ്രശ്നം നിന്റെ തകർച്ചയ്ക്കും തളർച്ചയ്ക്കുമല്ല, പകരം ദൈവകൃപയാൽ നിന്റെ അടുത്ത ലെവലിലേക്ക് നിന്നെ കൊണ്ടുപോകുവാനാണ് ഈ പ്രശ്നം നിന്റെ ജീവിതത്തിൽ കയറി വന്നിരിക്കുന്നത്. യേശു കർത്താവ് മരുഭൂമിയിൽ കയറിയത് ആത്മാവിൽ നിറഞ്ഞവനായ മരുഭൂമിയിൽ പ്രവേശിച്ചുവെങ്കിൽ ആത്മാവിന്റെ ശക്തിയോടെ അവൻ ഗലീലയ്ക്ക് മടങ്ങി വന്നു. ലൂക്കോസ് 4 പറയുന്നു, ആത്മാവിന്റെ ശക്തിയോടെ കർത്താവ് യേശു ആത്മാവിന്റെ ശക്തിയോടെ അവൻ ഗലീലയ്ക്ക് മടങ്ങി വന്നു. വലത് കരമുയർത്തി എല്ലാവരും ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, ശക്തിയോടെ പുറത്തു വരും പറഞ്ഞാട്ടെ. ശക്തിയോടെ പുറത്തു വരും. സ്തോത്രം. ശക്തിയോടെ പുറത്തു വരും. നീ നിന്റെ മരുഭൂമി തൊലയത്തില്ല. നിന്റെ അടക്കാരാധനയ്ക്ക് വേണ്ടി പാട്ടെടുത്ത് കാത്തിരിക്കുന്ന ജനം ലജ്ജിക്കുവാൻ വേണ്ടി പോകുന്നു. പകരം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു പ്രമോഷനോടെ, ശക്തിയോടെ, ദൈവത്തിന്റെ കൃപയാൽ നീ പുറത്തു വരുവാൻ വേണ്ടി പോകുകയാണ്. സന്തോഷം ഉണ്ടെങ്കിൽ നന്നായി കരങ്ങൾ അടിച്ച് ശക്തിയോടെ ദൈവജനം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആരോ ഇന്ന് പുറത്തു വരുന്നു. വിഷയങ്ങളിൽ നിന്ന് പുറത്തു വരുന്നു, അവസ്ഥകളിൽ നിന്ന് പുറത്തു വരുന്നു, തകർച്ചകളിൽ നിന്ന് പുറത്തു വരുന്നു, താഴ്ചകളിൽ നിന്നും, ലജ്ജകളിൽ നിന്നും, പരാജയങ്ങളിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പുറത്തു വരികയാണ്. അവൻ മരുഭൂമിയിൽ കയറിയതുപോലെയല്ല. power of the spirit, ആത്മാവിന്റെ ശക്തിയോടെ അവൻ ഗലീലയ്ക്ക് മടങ്ങി ചെന്ന്. യേശു കർത്താവിലേക്ക് നോക്ക്. മോശയുടെ കാലത്ത് വെളിപ്പെടാത്തത്, എലീശായുടെ കാലത്ത് കേട്ടിട്ടില്ലാത്തത്, ഏലിയാവിന്റെ കാലത്ത് കൊതിച്ചിട്ട് കിട്ടാത്തത്, കർത്താവ് യേശു ക്രിസ്തുവിലൂടെ ഒരു ഡാമിൽ നിന്ന് വെള്ളം ചീറ്റി ഒഴുകുന്ന പോലെ ദൈവത്തിന്റെ വലിയ ശക്തി ഗ്രാമത്തിലും പട്ടണത്തിലും വ്യക്തികളിലും പെരുംകൂട്ടങ്ങളിലും ഇതാ ഒഴുകി ചലിക്കുകയാണ്. ഇന്ന് രാത്രി ചങ്ങനാശ്ശേരി കേൾക്കട്ടെ, ദൈവസഭ ഏറ്റെടുക്കട്ടെ. ഓരോ ഞായറാഴ്ചകളിൽ അഭിഷിക്തന്മാർ എഴുന്നേൽക്കുമ്പോൾ ദേശം ദൈവത്തിന്റെ ശക്തിക്ക് കീഴ്പ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ദുർഭൂതങ്ങൾ കീഴടങ്ങട്ടെ. അന്ധകാര മണ്ഡലങ്ങളും പാതാള വേതാള ശക്തികൾ നാളെയല്ല, അടുത്ത ക്രിസ്മസിനല്ല, ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങട്ടെ. കാരണം ദൈവത്തിന്റെ ശക്തി തിരുവചനം പറയുന്നു. സ്തോത്രം. അതേ ഒരുവന് ശക്തി ഉണ്ടെങ്കിൽ, ഒരു ദൈവത്തിന്റെ ദാസന് ശക്തി ഉണ്ടെങ്കിൽ, അവന്റെ മസിലല്ല ശക്തി, അവന്റെ പണത്തിലല്ല ശക്തി, അവന്റെ ഗുണ്ടായുസത്തിലല്ല ശക്തി, അവന്റെ വോട്ടിലല്ല ശക്തി, അവന്റെ വാക്കിലാണ് ശക്തി. അടുത്തിരിക്കുന്നവർക്ക് ഹൈഫൈ കൊടുത്തു പറ, നിങ്ങളുടെ വാക്കിലാണ് ശക്തി. പറ, വാക്കിലാണ് ശക്തി. കാരണം അഭിഷേകം നിൽക്കുന്ന നിന്റെ തലയിലല്ല, അഭിഷേകം നിൽക്കുന്ന നിന്റെ ദാഹമുള്ള ഹൃദയത്തിലാണ്. ദാഹമുള്ള ഹൃദയമുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? ദാഹമുള്ള ഹൃദയമുള്ളവർ ഇന്ന് രാത്രി കേൾക്കട്ടെ. അഭിഷേകം നിൽക്കുന്ന നിന്റെ ബാങ്കിന്റെ ലോക്കറിലല്ല, അഭിഷേകം നിൽക്കുന്ന നിന്റെ ഹൃദയത്തിലാണ്. ഹൃദയം നിറഞ്ഞ് കവിയുന്നത് ഇന്ന് രാത്രിയും സംസാരിക്കുമ്പോൾ ഹൃദയത്തിന്റെ ശക്തിയാണ്, അകത്തെ മനുഷ്യന്റെ ശക്തിയാണ് നിന്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. വേദപുസ്തകം പറയുന്നു, യേശു കർത്താവിന്റെ വാക്കിൽ ശക്തി ഉണ്ടായിരുന്നു. DL മൂടി പ്രസംഗിക്കുമ്പോൾ ട്രാഫിക് നിൽക്കുമെന്ന്. DL മൂടി മരിച്ചുപോയി, അഭിഷേകം മരിച്ചുപോയിട്ടില്ല. ഞാൻ കാണാൻ കൊതിക്കുന്നു. ആന്ധ്രക്കാരനും തെലുങ്കനും, അതേ തമിഴനും, സ്തോത്രം, ഹിന്ദിക്കാരനും, മറാഠിക്കും മാർവാടിക്കും ചെയ്യാൻ കഴിയാത്ത ശുശ്രൂഷ ഈ മലയാളി ഒരു പുത്തൻ പുതപ്പുമായി ദൈവത്തിന്റെ കൃപയാൽ ഈ രാജ്യത്തിന്റെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നടന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി 100 കണക്കിന് എണ്ണത്തിനെ അതിനുവേണ്ടി തൊടുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി നിൽക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം.
വേദപുസ്തകം പറയുന്നു യേശു കർത്താവിന്റെ വാക്കിൽ ശക്തി. ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, വാക്കിൽ ശക്തി, വാക്കിൽ ശക്തി. നിങ്ങൾ ചോദിക്കും, ബ്രദർ എങ്ങനെ പറയാൻ കഴിയും? 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കലേക്ക് വന്ന് 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ കർത്താവ് 12 പ്രാവശ്യം ശുദ്ധമാകാൻ പറഞ്ഞില്ല. യേശു ഒരു വാക്ക് പറഞ്ഞു. യേശു ഒരു വാക്ക് പറഞ്ഞു. ചങ്ങനാശ്ശേരിയെ സ്വർഗത്തിൽ നിന്നുള്ള ഒരു വാക്ക് മതി നിന്നിൽ തിരിച്ചറിയാൻ കഴിയാത്ത മാറ്റമുണ്ടാകും. ദൈവത്തിൽ നിന്നുള്ള ഒരു വാക്ക് മതി ഈ 14 ജില്ലകൾ മാറും. ഓ സ്തോത്രം, ദൈവത്തിൽ നിന്നുള്ള ഒരു വാക്ക് മതി നാളെ ഭാരതത്തിന്റെ ബ്രേക്കിംഗ് ന്യൂസ് മറ്റൊന്നായി തീരും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ദൂതാണ്, ദൂതാണ്, ദൂതാണ്. ഈ 3 ദിവസ സക്സസ് എന്ന് പറയുന്നത് ഈ ഓൾട്ടറിൽ ആ ജനം വന്നുകൂടുന്നത് മാത്രമല്ല, എല്ലാ ഇന്ത്യക്കാരും കേൾക്കട്ടെ, ഒരു സർപ്രൈസ് ന്യൂസ്, ഒരു സർപ്രൈസ് ന്യൂസ് ഈ രാജ്യത്തിൽ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഒരു ഗിദെയോന്യ സൈന്യത്തെ ദേശത്തിന് വിവിധ കോണുകളിൽ നിന്ന് ദൈവം കൊണ്ടുവന്നെങ്കിൽ മക്കളെ, ഈ ഗ്രൗണ്ടിനകത്ത് മാത്രം ഈ പരിപാടി തീർന്നു പോകത്തില്ല. നീ ഇവിടെ കൽപ്പിക്കുന്നത് ദേശത്തിന്റെ വിവിധ ഇടങ്ങളിൽ ദൂതന്മാർ, ദൈവത്തിന്റെ ദൂതന്മാർ, ദൈവത്തിന്റെ ദൂതന്മാർ, ദൈവത്തിന്റെ ദൂതന്മാർ കൊണ്ടുപോകുകയാണ്. പഞ്ചായത്ത് ഓഫീസ് തുടങ്ങി പാർലമെന്റ് ഹൗസ് വരെ ദൈവത്തിന്റെ പ്രവൃത്തി ജനം ഏറ്റെടുക്കുവാൻ വേണ്ടി പോകുന്നു. വാക്കുകളിൽ ശക്തി. 10 കുഷ്ഠരോഗികൾ നോക്കി അവൻ ഒരു വാക്ക് കൽപ്പിക്കുമ്പോ, 10 കുഷ്ഠരോഗികൾ നോക്കി അവൻ ഒരു വാക്ക് കൽപ്പിച്ചപ്പോ കൂട്ടവിടുതൽ നടന്നെന്ന്. ഇന്ന് രാത്രി നീ വായിലൂടെ പറയുന്നതായ ഒരു വചനം വൃഥാവായി പോകത്തില്ല. അത് അയച്ച കാര്യം നിവർത്തിപ്പാൻ വേണ്ടി പോകുന്നു. ഓ വേദപുസ്തകം പറയുന്നു യേശുവിന്റെ വാക്കിന് ശക്തി. ഒരു ദിവസം കർത്താവിത മാർത്തയുടെ മറിയയുടെ ലാസറിന്റെ വീട്ടിൽ നിന്ന് യെരൂശലേം ദേവാലയത്തിലേക്ക് പോകുക. വലിയൊരു മരം കണ്ടു. ഇല ഭയങ്കരമാണ്, ഭയങ്കര പച്ചയുണ്ട്, ഭയങ്കര പരസ്യമാണ്. പക്ഷെ യേശു തേടിയത് വരമല്ല, യേശു തേടിയത് ഫലമാണ്. യേശു തേടിയത് വരമല്ല, യേശു തേടിയത് ഫലമാണ്. യേശു തേടുന്ന നിന്റെ ശുശ്രൂഷയല്ല, യേശു തേടുന്നത് നിന്റെ രഹസ്യ ജീവിതമാണ്. നിന്റെ ശുശ്രൂഷയല്ല മേലേക്ക് എത്തിക്കുന്നത്, നിന്റെ ജീവിതമാണ് നിന്നെ മേലേക്ക് എത്തിക്കുന്നത്. ഇന്ന് രാത്രിയും സമയം തോട്ടത്തിൽ യേശു കർത്താവ് ഫലത്തെ തേടുന്നവനായി വന്നിട്ടുണ്ട്. യേശു കർത്താവ് ഫലം കാണാത്തത് കൊണ്ട് ഇവണ്ണം പറഞ്ഞു, hereafter let no man here should eat from here. ഇനി മേലെ ആരും നിന്നിൽ നിന്ന് ഭക്ഷിക്കരുത് പറഞ്ഞിട്ട് യേശു പോയി, പറഞ്ഞിട്ട് യേശു പോയി. പക്ഷെ ആ വാക്ക് പോയില്ല. ആ വാക്ക് അവിടെ നിന്ന് ഫലം കായ്ച്ചു. മരം ഫലം കായ്ച്ചില്ല, വാക്ക് ഫലം കായ്ച്ചു. യേശുവിന്റെ വാക്കിന് ഇന്ന് രാത്രി ചങ്ങനാശ്ശേരിയിൽ ഫലമുണ്ട്. 3 ദിവസം പ്രസംഗിച്ചിട്ട് ഞാൻ പോകും, പക്ഷെ ഈ വചനം പോകത്തില്ല. ഈ വചനം നിന്റെ ജീവിതത്തില്, നിന്റെ ജീവിതത്തില്, നിന്റെ ജീവിതത്തില്, നിന്റെ ജീവിതത്തില് വചനം നിന്ന് ഫലം കായ്പാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തില് ഫലമില്ലാത്തതെല്ലാം ഫലം കായ്ക്കട്ടെ, ഫലമില്ലാത്തതെല്ലാം ഫലം കായ്ക്കട്ടെ. വിവാഹം കഴിഞ്ഞ വർഷങ്ങളായി മക്കളില്ല എന്ന് പറയുന്നത് ഫലം കായ്ക്കട്ടെ. പഠിച്ചു ജയിച്ചു സർട്ടിഫിക്കറ്റ് കിട്ടി, പക്ഷേ ജോലിയില്ലെന്ന് പറയുന്നത് ഫലം കായ്ക്കട്ടെ. ഓ വിസ റിജക്ട് ചെയ്ത് ലോക്കലി കിടന്ന് തകർന്ന് കിടക്കുന്നതെല്ലാം ഫലം കായ്ക്കട്ടെ. 2 പേരെ തൊട്ട് വേഗത്തിൽ പറ, ഫലം കായ്ക്കാൻ പോവാ, ഫലം കായ്ക്കാൻ പോവാ, ഫലം കായ്ക്കാൻ പോവാ. കാരണം പീനൽ കോഡല്ല കേട്ടുകൊണ്ടിരിക്കുന്നത്, ദൈവത്തിന്റെ വചനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിങ്കിൽ ഫലമില്ലാത്തതിന് ഫലം കായ്ക്കും. ഓ വേദപുസ്തകം പറയുന്നു അതേ സ്തോത്രം. ഒരു ദിവസം ശതാധിപൻ കടന്നു വന്നു. ശതാധിപൻ 20 കിലോമീറ്റർ നടന്നാണ് യേശുവിന്റെ അടുക്കൽ വന്നത്. 20 കിലോമീറ്റേഴ്സ്, 20 കിലോമീറ്റർ വന്നിട്ട് പറഞ്ഞു, ഞാൻ അധികാരമുള്ള മനുഷ്യനാണ്. ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ദാസൻ വരും, എൻ്റെ ദാസൻ പോകും, എൻ്റെ ദാസൻ ചെയ്യും. ഞാൻ പറഞ്ഞാൽ അവൻ വാ പോ ചെയ്, വാ പോ ചെയ്, വാ പോ ചെയ്, വാ പോ ചെയ്, വാ പോ ചെയ് എന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ ദാസൻ ചെയ്യും. ഞാൻ പറഞ്ഞാൽ എൻ്റെ ദാസൻ അനുസരിക്കും. പക്ഷെ ഞാൻ എത്ര പറഞ്ഞാലും അവൻ്റെ രോഗം അനുസരിക്കത്തില്ല. എനിക്ക് ദാസന്റെ മേലെ അധികാരമുള്ളത്, അവന്റെ രോഗത്തിന്റെ മേലെ എനിക്ക് അധികാരമില്ല. എന്നാൽ യേശുവേ, എനിക്ക് അധികാരമില്ലാത്ത ഏരിയയിൽ നിനക്ക് അധികാരമുണ്ട്. ചങ്ങനാശ്ശേരി എംപിയും MLAയും പറഞ്ഞിട്ട് കേൾക്കാത്തത്, മന്ത്രവാദിയും മനുഷ്യനും സ്പെഷ്യലിസ്റ്റും പറഞ്ഞിട്ട് കേൾക്കാത്തത്, യഹൂദ ഗോത്രത്തിലെ സിംഹമായ യേശു ഇന്ന് രാത്രി പറയുമ്പോൾ
യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇത് സംഭവിക്കുക. ഹല്ലേലൂയ. യേശുവേ, നീ ഒരു വാക്ക് കൽപ്പിക്കണമേ. യേശുവേ, നീ ഒരു കൺവെൻഷൻ നടത്തണമേ എന്നല്ല. യേശുവേ, നീ വന്ന് ഒരു പ്രസംഗം പറയണമേ എന്നല്ല. നീ ഒരു വാക്ക് കൽപ്പിക്കണമേ. അടുത്ത് നിൽക്കുന്ന 4 പേരെ നോക്കി പറ, ഒരു വാക്ക്. ഒരു വാക്ക്. 4 പേരെ എണ്ണ അറിയാത്ത പലതും വന്നിട്ടുണ്ട്. 4 പേരെ ഒരു വാക്ക്. ഒരു വാക്ക്. ഒരു ലക്ഷമല്ല, ഒരു കോടിയല്ല, ഒരു വാക്ക്. ജീവിതത്തെ മാറ്റുന്ന ഒരു വാക്ക്. അടുത്ത് മാത്രമല്ല വിടുതൽ, അങ്ങ് ദൂരെ 20 കിലോമീറ്റർ അകലെ കിടന്നവനും അങ്ങ് ദൂരെ 20 കിലോമീറ്റർ ദൂരെ കിടന്നവനും വിടുതൽ കൊടുത്തതായ ഒരു വാക്ക്. യേശുവിന്റെ നാമത്തിൽ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിനകത്ത് മാത്രമല്ല വിടുതൽ, ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ വിടുതലുണ്ട്. യേശുവിന്റെ നാമത്തിൽ നിന്റെ വീട്ടിൽ വിടുതലുണ്ട്. നിന്റെ വീട്ടിൽ ദുർഭൂതങ്ങളല്ല, ശക്തന്മാരായ ദൂതന്മാർ ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നിന്റെ വീട് ബലഹീനതയുടെ വീടല്ല, ബന്ധനത്തിന്റെ വീടല്ല, മന്ത്രത്തിന്റെ ശാപത്തിന്റെ വീടല്ല. നിന്റെ ഭവനം അപ്പത്തിന്റെ ഭവനം മാത്രമേ. നിന്റെ ഭവനത്തിൽ ദൂത് വെളിപ്പെടുവാൻ പോകുന്നു. നിന്റെ ഭവനത്തിൽ വിടുതൽ സംഭവിപ്പാൻ പോകുന്നു. നിന്റെ ഭവനത്തിൽ അപ്പൻ അന്യഭാഷ പറഞ്ഞ മക്കൾ വ്യാഖ്യാനിപ്പാൻ പോകുന്നു. നിന്റെ ഭവനത്തിൽ മക്കൾ കഥ കഞ്ചാവും ചാരായവുമല്ല, വേദപുസ്തകമെടുത്ത് ആത്മാവിന്റെ ശുശ്രൂഷയ്ക്കായി പുറപ്പെടുവാൻ വേണ്ടി പോകുന്നു. നിന്റെ വീട്ടിൽ വിടുതലുണ്ട് യേശുവിന്റെ നാമത്തിൽ. 2 പേരെ തൊട്ട് പറ, എന്റെ വീട് മിഷണറി വീടാണ്. പെട്ടെന്ന് പറ. യെസ്, എന്റെ വീട് മിഷണറി വീടാണ്. എന്റെ വീട് ലോക പ്രസിദ്ധമാകാൻ പോകുന്നു. എന്റെ ബിടെക് കൊണ്ടല്ല, എന്റെ MBBS കൊണ്ടല്ല, അഭിഷേകം നുകങ്ങളെ തകർക്ക. യേശുവിന്റെ രക്തം. ഇന്ന് രാത്രി എനിക്കറിയാം, ദൂതന്മാർ നിന്റെ വീട്ടിനകത്ത് ഇറങ്ങി നിൽക്കുകയാണ്. നീ പൂട്ടി ഇറങ്ങി വന്നത് പോലെയല്ല ഇന്ന് രാത്രി നീ തുറന്ന് കയറുവാൻ വേണ്ടി പോകുന്നത്. നീ ഇവിടെ ആരാധിക്കുമ്പോൾ അവിടെ മഹത്വം ഇറങ്ങിയാണ്. നീ ഇവിടെ ആരാധിക്കുമ്പോൾ അവിടെ അടഞ്ഞത് തുറക്കുകയാണ്. കലത്തിലെ മാവ് തീരുകയില്ല, ഭരണിയിലെ എണ്ണ കുറയുകയില്ല. ഇവിടെ മാത്രമല്ല, നിന്റെ വീട്ടിൽ വിടുതലുണ്ട്. നിന്റെ ബാങ്കിൽ വിടുതലുണ്ട്. ജപ്തി നോട്ടീസുകളെ ക്യാൻസൽ ചെയ്യുകയാണ്. ഇവിടെ മാത്രമല്ല, നിന്റെ പ്രിയപ്പെട്ടവർ ഇരിക്കുന്നിടത്ത് വിടുതലുണ്ട്. അത് ഡർബനാണോ, ദുബായ് ആണോ, അത് സ്കോട്ട്ലൻഡ് ആണോ, ഇംഗ്ലണ്ട് ആണോ, അത് അമേരിക്ക ആണോ, ഓസ്ട്രേലിയ ആണോ, യേശുവിന്റെ നാമത്തിൽ ഇത് ആര് എവിടെ വെച്ച് കണ്ടിട്ടിരുന്നാലും മുനിസിപ്പൽ സ്റ്റേഡിയം ചങ്ങനാശ്ശേരി വെളിപ്പെടുന്ന അഭിഷേകത്തിന്റെ പുതപ്പ് യേശുവിന്റെ നാമത്തിൽ നിന്റെ മേലെ മൂടുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, അവിടെയും വിടുതലുണ്ട്. പോയിട്ടുണ്ട്, പല കോൺഫറൻസിനും പോയിട്ടുണ്ട്, പല സൗഖ്യത്തിന്റെ ശുശ്രൂഷയ്ക്കും പോയിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യത്തെ യാത്രയ്ക്ക് ഇല്ലാത്ത കാറ്റും ഇല്ലാത്ത ഓളവ്, ഇല്ലാത്ത കാറ്റും ഇല്ലാത്ത ഓളവ്. ഇറങ്ങിയപ്പോ കുഴപ്പമില്ലായിരുന്നു. ജോൺസൺ പാസ്റ്റർ ഇറങ്ങിയപ്പോ കുഴപ്പമില്ലായിരുന്നു. അപ്പുറത്തേക്ക് ഇപ്പുറത്തെയും PC-യും DC-യും ചെയ്യുന്നത് പോലെ എനിക്കങ്ങ് പുട്ടുപോലെ കാര്യം നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ കരയിൽ നിന്ന് മാറിയപ്പോ കോള മാറി, അന്തരീക്ഷം മാറി. പക്ഷെ നിന്റെ വിളി അതെന്ന് ദൈവാത്മാവ് പ്രവചിക്കുന്ന. നിന്റെ വിളി അതാണ്. നിന്റെ വിളി നിലവിളിയല്ല, നിന്റെ വിളി വിടുതലിന്റെ വിളിയാണ്. വേറെ ആർക്കുമില്ലാത്ത കോളും, വേറെ ആർക്കുമില്ലാത്ത വെല്ലുവിളിയും, വേറെ ആർക്കുമില്ലാത്ത കഷ്ടതയും, വേറെ ആർക്കുമില്ലാത്ത പ്രതിസന്ധിയും നിനക്കുണ്ടെങ്കിൽ മനസ്സിലാക്കണം. വേറെ ആർക്കും ഇല്ലാത്ത ഒരു പുത്തൻ പുതപ്പ് സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി വാഗ്ദാനം ചെയ്യുകയാണ്. ഓ ഹല്ലേലൂയ.
പത്രോസ് അന്ത്രയോസും സ്തോത്രം ഫിലിപ്പോസും ഒക്കെ ചോദിച്ചാണ്, യേശുനാഥ എന്താണ് മറ്റ് സ്തോത്രം യാത്രകൾക്കില്ലാത്ത പ്രശ്നം ഈ യാത്രയ്ക്കുള്ളത്? മറ്റ് യോഗത്തിനില്ലാത്ത മഴത്തുള്ളി എന്തിനാ ഈ യോഗത്തിനുള്ളത്? കർത്താവ് പറയും, 7 പോയിന്റ് 12 പോയിന്റ് പറയാനല്ല ഞാൻ ഇറങ്ങിയത്. ഇത് 6000 ഭൂതത്താൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരുത്തനുണ്ട്. അവനെ അഴിച്ചു വിടുന്നതാണ് എനിക്ക് നിയോഗം. ഇന്ന് രാത്രി ഏറ്റെടുക്കട്ടെ. പാരമ്പര്യം കെട്ടിയത് ചങ്ങനാശ്ശേരിയിൽ, മതം കെട്ടിയത് ചങ്ങനാശ്ശേരിയിൽ, മതം കെട്ടിയത് ഞാൻ വീണ്ടും പറയണം, പാരമ്പര്യം കെട്ടിയത്, കെട്ടുപിടഞ്ഞു കിടക്കുന്ന സർപ്പം. അതാ ദൈവാത്മാവിനോട് പറഞ്ഞത്, കെട്ടുപിടഞ്ഞു കിടക്കുന്ന പാമ്പ് പോലെ ഈ ദേശത്തിൽ കെട്ടിട്ടിരിക്കുന്ന ദുഷ്ടന്റെ കൂട്ടുകെട്ടുകളെ പഠിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇവിടെ നിന്ന് എഴുന്നള്ളത്ത് അങ്ങോട്ട് പോകുമെന്ന്, അവിടെ നിന്ന് ഇങ്ങോട്ടും കയറുമെന്ന്, ഇവരെ ചക്കരയും തേങ്ങയും പോലെ കുറെ കാലമായി കിടക്കുന്നെന്ന്. എന്നാൽ എന്റെ ദൈവം പറഞ്ഞു, മതി മതി, പാതാള ഗോപുരമേ മതി, ഞാൻ എന്റെ സഭയെ പണിയും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പന്നപിശാച് ഒരു മഴയ്ക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല, ഞങ്ങളെ നിർത്തുവാൻ കഴിയത്തില്ല. ഐ എം അൺസ്റ്റോപ്പബിൾ, ഐ എം അൺസ്റ്റോപ്പബിൾ. അർത്ഥം, നിന്നെ നിർത്താൻ ആർക്കും കഴിയത്തില്ലെന്നൊന്ന് തെളിയിക്ക. നിന്റെ ആരാധനയെ നിർത്താൻ ആർക്കും കഴിയത്തില്ല, നിന്റെ സ്തുതിയെ നിർത്താൻ ഒന്നും കഴിയത്തില്ലെന്ന് ഇന്ന് രാത്രി തെളിയിക്ക. മഴത്തുള്ളി അരികിലൂടെ പോയാൽ അലർജി വരുന്നവർ, മഴത്തുള്ളി അടുത്തുകൂടെ പോയാൽ ആസ്മ വരുന്നവർ, ഇന്ന് രാത്രി മഴത്തുള്ളിയിലൂടെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ. കാറ്റുണ്ടായിരിക്കാം, പ്രതിസന്ധി ഉണ്ടായിരിക്കാം, പക്ഷെ നാഥൻ എഴുന്നേറ്റു. അവൻ ശാസിക്കേണ്ടതിനെ ശാസിച്ചു. ഇന്ന് രാത്രി കർത്താവ് എഴുന്നേൽക്കുകയാണ്. രണ്ടുപേരെ തൊട്ട് വേഗത്തിൽ പറ, യേശു എഴുന്നേൽക്കുന്നു. പെട്ടെന്ന് പറ, യേശു എഴുന്നേൽക്കുന്നു, യേശു എഴുന്നേൽക്കുന്നു. ചങ്ങനാശ്ശേരി യേശു എഴുന്നേൽക്കുന്നു. ചങ്ങനാശ്ശേരി ഇന്ന് രാത്രി യേശു എഴുന്നേൽക്കുന്നു. ഇന്ന് യേശു എഴുന്നേൽക്കുന്നു. ബാക്കി പറ, യേശു എഴുന്നേറ്റാൽ, യേശു എഴുന്നേൽക്കുമ്പോൾ, യേശു എഴുന്നേൽക്കുമ്പോൾ, യേശു എഴുന്നേൽക്കുമ്പോൾ, യേശു എഴുന്നേൽക്കുമ്പോൾ, ഇന്ന് രാത്രി മിസ്റ്റർ മന്ത്രവാദി, നിന്റെ മന്ത്രവാദ പുരയിൽ നിന്ന് ഭൂതങ്ങൾ അറബിക്കടലിലേക്ക് മാറുകയാണ്. ഇന്ന് രാത്രി ആഭിചാരക്കാരനെ, നിന്റെ കഞ്ഞിയിൽ പാറ്റ വീഴുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവം എഴുന്നേൽക്കുന്നു. ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അവനെ പകയ്ക്കുന്നവരും ചങ്ങനാശ്ശേരിയിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഓടിപ്പോകുന്നു. ശാസിക്കേണ്ടതിനെ ശാസിച്ച്, ശാന്തമാക്കേണ്ടതിനെ ശാന്തമാക്കി. മറുകറിയിൽ കാലെടുത്ത് വെച്ചപ്പോ പൂച്ചണ്ടുമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല വന്നത്. 6000 ഭൂതമുള്ള ഒരു ചെറുക്കനാ തുണിയില്ലാതെ ഓടിയിറങ്ങിയത്. തുണിയില്ലാത്ത ഒരു ചെറുക്കൻ ഓടിയിറങ്ങിയ അർദ്ധരാത്രിയിൽ പോർണോഗ്രാഫി കാണുന്ന ദുർഭൂതത്താൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. തുണിയില്ലാതെ ഒരു ചെറുക്കൻ ഓടിയിറങ്ങിയ യേശുവിനോട് ചോദിച്ചു, വാട്ട്സ് യുവർ നെയിം, നിന്റെ പേരെന്ത്? അവൻ പറഞ്ഞു, എന്റെ പേര് ലക്കിയോന്. ലക്കിയോൻ എന്ന് പറഞ്ഞാൽ 6000. ആരോ പണ്ട് പറഞ്ഞതുപോലെ ഗഡുക്കളായി വിടുതലുണ്ടാകും. ഗഡുക്കളായി വിടുതൽ കൊടുക്കാൻ ഇത് ചിട്ടിക്കമ്പനി അല്ല. ഗഡുക്കളായിട്ടല്ല, അവൻ ഒറ്റ വാക്ക് പറഞ്ഞു, 6000 എണ്ണം ഇറങ്ങിപ്പോയി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അറിഞ്ഞതും അറിയാത്തതുമായി ദുർഭൂതങ്ങൾ അകത്തിരിക്കുന്നത് അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ വ്യക്തികളിൽ നിന്ന് ഇറങ്ങിപ്പോകട്ടെ, കുടുംബങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകട്ടെ. ഓ
വിശ്വസിക്കുന്നവർ കാര്യങ്ങളെ അടിച്ചു ദൈവത്തെ സ്തുതിക്ക്. പറയുന്നത് വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകൻ. ഓ യേശുവിന്റെ നാമത്തിൽ. ഓ നീ മൈക്കിലൂടെ പറയണ്ട, നീ ബെഡ്റൂമിൽ പറഞ്ഞാൽ മതി. അത് പാർലമെന്റിൽ വെളിപ്പെടും, അത് TV ചാനലിന്റെ ബ്രേക്കിംഗ് ന്യൂസായി പുറത്തു വരും. അടുത്ത ദിവസത്തെ പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ ദൈവം നാമ മഹത്വത്തിന് കർത്താവ് അച്ചടിച്ച് പുറപ്പെടും. ഓ ഇന്ന് രാത്രി ആരോടും ദൈവാത്മാവ് പ്രവചിക്കുന്നു. വാട്ട് എവർ യു സേ, നീ എന്ത് പറയുമോ അത് ദേശത്തിന്റെ നിയമമാകാൻ പോകുക. Oh, I'm so glad you are here tonight. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. അതെ, നീ എന്ത് നിന്റെ പ്രാർത്ഥനാ റൂമിൽ പറയുമോ അത് രാജ്യത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. പാർട്ടി ഓഫീസ് അല്ല, മനുഷ്യ ദൈവങ്ങളല്ല, ദൈവം എഴുന്നേൽക്കുന്നു. ഭൂതം ചെന്ന് 2000 പന്നി കയറി. കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടി നോക്ക്, ഒരു പന്നിക്ക് എത്ര ഭൂതം കിട്ടിയെന്നറിയാൻ. 6000 ഭൂതം ചെന്ന് 2000 പന്നി കയറി. 6000 ഭൂതം ചെന്ന് 2000 പന്നി കയറിയപ്പോ ഓരോ പന്നിക്ക് ഓരോ ഭൂതത്തിന്റെ തൃത്വമാണ് കിട്ടിയത്. ഓരോ പന്നിക്ക് 3 ഭൂതത്തെയാണ് കിട്ടിയതെന്ന്. പക്ഷെ എന്റെ തിരുവനന്തപുരം ബുദ്ധി പറഞ്ഞു, സുരേഷ് നോക്കടാ, 3 ഭൂതത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ ആ ചെറുക്കന് പറ്റിയില്ല, ആ പന്നിക്ക് പറ്റിയില്ല. 3 ഭൂതത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ ആ പന്നിക്ക് പറ്റിയില്ല. 3 ഭൂതത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ ആ പന്നിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പന്നി ചെന്ന് ആത്മഹത്യ ചെയ്തു. എന്നാൽ ഇത്രയും വർഷം ആ ചെറുക്കം പിടിച്ചു നിന്ന്. തമ്പുരാൻ പറഞ്ഞു, അവൻ നിന്നതല്ല, അവൻ നിന്നതല്ല, ഞാൻ അവനെ നിർത്തിയതാ. അവൻ എന്നെ കണ്ടില്ലെന്നേ ഉള്ളൂ, അവൻ എന്നെ കണ്ടില്ല. നീ അവനെ കണ്ടത് രക്ഷിക്കപ്പെട്ട ആ ഹാളിലാ, രക്ഷിക്കപ്പെട്ട മീറ്റിംഗിലാ നീ അവനെ കണ്ടത്. പക്ഷെ നീ അവനെ കാണുന്നതിന് മുമ്പേ, ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ നിന്നെ കണ്ടു. അവൻ നിന്നതല്ല, അവന്റെ ദൈവം നിർത്തിയതാ. അവന്റെ ഒരു സ്പെഷ്യൽ വെപ്പനാ, അവന്റെ ഒരു വലിയ ആയുധമാ. രണ്ടുപേരെ തൊട്ട് പെട്ടെന്ന് പറഞ്ഞു, നീ ഒരു സ്പെഷ്യൽ, അസൂയയില്ലാതെ പറ, നീ ഒരു സ്പെഷ്യലാ. പറ ചെറുക്കനോട്, ആ പെണ്ണിനോട് പറ, നീ ഒരു സ്പെഷ്യലാ. നാട്ടുകാർക്ക് നീ തലവേദനയാ, വീട്ടുകാർക്ക് നീ വേണ്ടാത്തവനാ, നിന്റെ പാസ്റ്റർക്ക് നിന്നെ കുറിച്ച് ഒരു പ്രതീക്ഷയുമില്ല. പക്ഷെ ഇന്ന് രാത്രി വിജയവാഡ നിന്ന് മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഉറങ്ങാതെ നിനക്ക് വേണ്ടി ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ എന്റെ കർത്താവ് പറഞ്ഞു, ചെന്ന് പറ, ചില പ്രത്യേക സ്പെഷ്യൽ മെഷീൻസ്, ചില സ്പെഷ്യൽ വ്യക്തികളെ ഞാൻ നിന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ 10 പട്ടണങ്ങൾ ഭൂതം ബാധിച്ച് വിവസ്ത്രനായി ഓടി നടന്നവനാ. പക്ഷെ കർത്താവ് പറഞ്ഞു, ഒറ്റ വാക്കിൽ വിടുതൽ കൊടുത്തവൻ പറഞ്ഞു, തിരിച്ചു പോ. ആ പട്ടണത്തിന് ഒരു സുവിശേഷകന് ആവശ്യമുണ്ട്. കമൺ, പ്രസംഗം കഴിഞ്ഞു, എല്ലാവരും മുന്നിൽ വന്നാട്ടെ. ചെളിയാണ്, വെള്ളമാണ്, പക്ഷെ എത്ര പേർക്ക് തീയുണ്ട്? തീയുള്ള എല്ലാവരും മുന്നിൽ വന്നാട്ടെ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. കിടക്കെടുത്ത് നടക്ക്, മുന്നിൽ വന്നാട്ടെ, മുന്നിൽ വന്നാട്ടെ, മുന്നിൽ വന്നാട്ടെ. എത്രത്തോളം മുന്നിലേക്ക് വരാമോ അത്രത്തോളം മുന്നിലേക്ക് വന്നാട്ടെ. വരിക, യേശുവിൻ നാമത്തിൽ. ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു, ദൈവത്തിന്റെ കൃപ വെളിപ്പെടുന്നു. എവിടെ നീ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങാൻ പോവാ. എവിടെ നീ തീർന്നെന്ന് പറഞ്ഞു അവിടെ നിന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ശബ്ദമുയർത്തി ശക്തിയോടെ, ശബ്ദമുയർത്തി ശക്തിയോടെ വായു തുറന്ന് ജനം ദൈവത്തെ ആരാധിക്കട്ടെ. Prophetic anointing.